ആലിലത്താലി. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. പോവാണ്. ഇനിയും വേദന സഹിക്കാൻ വയ്യ എനിക്ക്. ദൈവേട്ടനൊരു ശല്യമായിട്ട് നിൽക്കുന്നില്ല. എന്നെ കാണുന്ന പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഇനിയൊരു ജീവിതം മോഹിച്ച് നിൽക്കുന്ന വിട്ടിത്വമാണ്. എല്ലാവരും കിടന്നു കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരുന്നു വേണി ദേവിന്റെ മുറിയിലെത്തിയത്. വാതിൽ തുറക്കുമ്പോൾ അവൾക്ക് പേടിയുണ്ടായിരുന്നു അവിടെ പൂജ ഉണ്ടാവുമോ എന്ന്. അതുകൂടി ഇനി കാണാൻ ബാക്കിയുള്ളൂ. വിറയലോടെ കയറി ചെല്ലുമ്പോൾ ദേവ് മൊബൈൽ നോക്കി കിടക്കുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ അവൻ അവളിൽ നിന്ന് കണ്ണുയർത്തി നോക്കിയതിന് ശേഷം അതേ കിടപ്പ് തുടർന്നു. ഇനിയും നിന്നിട്ട് നിങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നില്ല ഞാൻ. കയ്യിൽ കിട്ടിയ നല്ലൊരു ജീവിതം സേഫായിട്ട് കൊണ്ടുനടക്കാൻ കഴിയാത്ത എനിക്ക് അതിനുള്ള അർഹതയില്ല. ഏട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നു. കരഞ്ഞ കാലുപിടിച്ചാൽ കിടക്കാൻ ഒരു ഇടം നൽകുമായിരിക്കും. ഇനിയും കൺമുമ്പിൽ ഓരോന്ന് കണ്ട് മരിച്ച് ജീവിക്കുന്നതിലും ഭേദം അതുതന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. വേണി കരച്ചിലൊന്നും ഇല്ലാതെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഹൃദയം ആർത്ത് കരയുന്നുണ്ടെന്ന് ദേവിനറിയാം. പേടിക്കണ്ട, മരണം തിരഞ്ഞെടുക്കില്ല ഞാൻ. ഇനി അത് നിങ്ങളുടെ മനസ്സമാധാനം കളയാൻ ഒരു കാരണമാവില്ല. സന്തോഷമായിട്ട് ജീവിക്കണം. പൂജ മിടിക്കുക. ഭാഗ്യമുള്ളവളാ. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നവളാ. അതുകൊണ്ട് തന്നെ അവൾ തോറ്റുപോവില്ല എന്നെപ്പോലെ. ദേവിനെ നോക്കി പറയുന്ന ഓരോ വാക്കും അവിടെ ഹൃദയത്തിൽ നിന്നാണെന്ന് അവനും അറിയാം. എന്നിട്ടും മിണ്ടിയില്ല. അത്രയും പറഞ്ഞിട്ട് കൂടി ഒരക്ഷരം മിണ്ടാൻ നിൽക്കുന്നവൻ അവിടെ ഹൃദയഭാരം വീണ്ടും കൂട്ടി. ആ മനസ്സിൽ നിന്ന് എത്രയോ മുമ്പ് തന്നെ ഇറക്കി വിട്ടതുപോലൊരു ഭാവം. നാശിയപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. അവൾ വേണമെന്ന് എപ്പോൾ തോന്നിയാലും വന്നാൽ മതി. സന്തോഷത്തോടെ ഞാൻ വിട്ടുതരാം. മോള് വളരെയുണ്ട്. അവിടെ അച്ഛനെ നന്മ കണ്ടിട്ടാവട്ടെ. എന്നെപ്പോലെ ഒരിക്കലും ആവരുത്. വേണി കുറച്ചുകൂടി അവൻ്റെ അരികിലേക്ക് നീങ്ങി വന്നു. എന്നെ മറന്നുപോയില്ലെന്ന് എനിക്കറിയാം. അത് സ്നേഹം കൊണ്ടല്ല, ഞാൻ ചെയ്തു കൂട്ടിയ ക്രൂരത ഓർക്കുമ്പോഴാണെന്നും അറിയാം. പക്ഷേ ദയവേട്ട, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒന്നറിയാം, ഇനി അങ്ങോട്ട് ജീവിക്കാൻ എനിക്ക് ആ ഓർമ്മകൾ മാത്രം മതി. ഈ പ്രാവശ്യം വേണിയുടെ സ്വരം ഇടറിപ്പോയിരുന്നു. എന്നിട്ടും വാശി പോലെ കണ്ണു നിറയാൻ അവൾ സമ്മതിച്ചു കൊടുത്തില്ല. രാവിലെ ഞാൻ പോവും. ഇവിടെ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇനി ദേവേട്ടന് വേണ്ടി ചെയ്യാൻ എനിക്ക് മുമ്പിൽ ഇതേ ഉള്ളൂ. ഒട്ടും സങ്കടമില്ല അതോർക്കും എനിക്ക്. ചിരിക്കാൻ ശ്രമിച്ച് ദയനീയമായൊരു പരാജയമായി തീർന്നു അവൾക്ക്. വീണ്ടും സഹതാപം പിടിച്ചു പറ്റാൻ വന്നല്ല. ഇതൊന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു. അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ ഉള്ളിൽ. വേണി കൈകൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. അഹങ്കാരം തലക്ക് പിടിച്ചപ്പോൾ ചെയ്തു പോയ ഓരോ വിട്ടിത്തങ്ങൾ. നല്ലത് പറഞ്ഞെന്നവർ ശത്രുക്കളാണെന്ന് കരുതി, കൂട്ടുന്നവർ സ്നേഹം കൊണ്ടാണെന്നും. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇന്നത് തിരുത്താൻ കൂടി വയ്യാത്ത വിധം ആകാശത്തോളം വലുതായി. വേണി പറഞ്ഞു, സ്നേഹം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ആർക്ക് സ്വന്തമായാലും ഞങ്ങളെ മറക്കാൻ എനിക്ക് കഴിയില്ല. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞെൻ്റെ നല്ല ഓർമ്മകൾ മധുവിധ കാലത്തുള്ള മാത്രമാണ്. പിന്നെ അങ്ങോട്ട് എൻ്റെ മനസ്സിൽ വിഷം കടന്നുകൂടിയില്ലേ. പോട്ടെ, ഇനി ചിലപ്പോൾ യാത്ര പറയാൻ ഈ മുന്നിലേക്ക് വരാനൊക്കെ കഴിയില്ല. ചിരിച്ചുകൊണ്ട് അവൾ തിരികെ നടക്കുമ്പോൾ ദേവ് ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. ഒന്ന് നിന്നേ. പുറകിൽ നിന്ന് അവൻ വിളിച്ചു പറയുമ്പോൾ വേണി പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയി. ആ പിൻവിളി അപ്പോൾ അവൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ലായിരുന്നു. ദേവ് നടന്നു വന്നിട്ട് അവിടെ അരികിൽ നിന്നു. പോവാൻ തീരുമാനമെടുത്തല്ലേ? നന്നായി. മുഖത്ത് നോക്കി അവനത് പറയുമ്പോൾ എത്ര അടക്കി പിടിച്ചിട്ടും വേണി കരഞ്ഞുപോയി. പക്ഷേ നാളെ ഇവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ട്. നീ തീർച്ചയായിട്ടും കാണേണ്ടുന്ന ഒന്നാണത്. പോവാൻ തീരുമാനിച്ച ഏതായാലും മാറ്റണ്ട. ഇവിടുത്തെ ഫംഗ്ഷന് ശേഷം പിന്നെയും പോകണം തന്നെയാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവിട്ടേക്കാം. അതുപോലെ ചിരിച്ചുകൊണ്ട് ദേവ് പറയുമ്പോൾ വേണിക്ക് ശ്വാസം വിലങ്ങി. അതെന്താണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ കേൾക്കാൻ പോകുന്ന വാർത്ത തന്നെ ജീവനോടെ എരിയിച്ച് കളയുമോ എന്ന പേടിയുണ്ടായിരുന്നു. അവന് നേരെ തലയാട്ടി കാണിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ അവൾ ആ മുറി വിട്ട് ഇറങ്ങിപ്പോയത്. ഹൃദയം പിടയുന്ന വേദനയോടെ, അതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ അവനത് നോക്കി നിന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വേണി പോയി മുഖം കഴുകി വന്നു. വളരെ നേരം കരഞ്ഞിരുന്നുകൊണ്ട് തന്നെ തലയാകെ കനം വെച്ച പോലെ. തോർത്തെടുത്ത് കണ്ണാടിക്കുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ട രൂപത്തിന് അവൾക്ക് പോലും മനസ്സിലാവാത്ത തരത്തിൽ മാറ്റം വന്നിരുന്നു. ചീർത്ത് പൊന്തിയ കൺതടങ്ങൾ വേദന നൽകുന്നുണ്ട്. നാളത്തെ ഫംഗ്ഷൻ അതവരുടെ ഒന്നിച്ചേരൽ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമേതും ഇല്ലായിരുന്നു അവൾക്ക്. കരഞ്ഞു പറ്റിയ കണ്ണിൽ പിന്നെയും നീറ്റ് അംഗീകരിച്ചേ പറ്റൂ. അവൾ അലമാരയിൽ നിന്ന് സ്വന്തം ഡ്രസ്സ് എടുത്ത് ബെഡിലേക്ക് ഇട്ടു. നാച്ചിയുടെയും തൻ്റെയും ഡ്രസ്സെല്ലാം ഒരു ബാഗിൽ കുത്തി നിറക്കുമ്പോൾ വല്ലാത്തൊരു നിസ്സംഗത പൊതിയുന്നുണ്ട്. അത് കാണാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവസാനമായിട്ടൊരു കാര്യം നാളുകൾക്ക് ശേഷം വെറുപ്പിൻ്റെ കൂർത്ത മുനയില്ലാതെ ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. പാക്ക് ചെയ്യാനുള്ളതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞതും വീണ്ടും ഒരു ശൂന്യത നിറയുന്നു. ശാന്തമായി ഉറങ്ങുന്ന നാച്ചിയെ നോക്കുമ്പോൾ പിന്നെയും വേദന തികട്ടി വരും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കണ്ണുകൾ ഇറുകെ പൂട്ടി കിടന്നിട്ടും അന്ന് ഉറക്കം അവൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. ദേവിൻ്റെ ചിരിയും കൊണ്ട് ഓർമ്മകൾ വന്ന് കുത്തി നോവിച്ച് ഓരോ നിമിഷവും. നാച്ചി വിശന്ന് കരഞ്ഞപ്പോൾ മാത്രമാണ് വേണി പുറത്തേക്ക് ഇറങ്ങിയത്. സമയം 9 മണി കഴിഞ്ഞു.
രാവിലെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാഞ്ഞിട്ടും ദാഹമോ വിശപ്പോ തോന്നിയില്ല. ആകെ ഒരു മരവിപ്പ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് മാത്രം മനസ്സിൽ തങ്ങി നിന്നിരുന്നു. താഴേക്ക് ചെല്ലുമ്പോൾ ഒരാഘോഷത്തിന്റെ പ്രതീതി അത് അവളിലെ മനപ്രയാസം ഒന്നുകൂടെ കൂട്ടി. എല്ലാവരും പലവിധ തിരക്കുകൾ കൊണ്ട് പല ഭാഗത്തും. വേണി ആരെയും ശ്രദ്ധിക്കാതെ നാച്ചിക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവൾ ആരോടൊന്നും ചോദിച്ചില്ല, അവൾ ആരോടൊന്നും പറഞ്ഞുമില്ല. ഇടയിലെപ്പോഴോ പൂജ നേർക്ക് നേരെ വന്നപ്പോൾ വേണി ചിരിച്ചുകൊണ്ട് വഴിമാറിക്കൊടുത്തു. പൂജ അത്ഭുതത്തോടെ നോക്കുന്ന കണ്ടിട്ടും കാണാത്ത പോലെ വേണി നടക്കുമ്പോൾ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന പൂജയുടെ മുഖം അവളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. കഴിക്കാൻ വരൂ. പൂജയാണ് ഉച്ചയ്ക്ക് വേണിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നത്. നാച്ചിയെ ഉറക്കി അതിനടുത്ത് ചുരുണ്ടുകൂടി കിടന്നിരുന്ന വേണി പൂജ വന്ന് തട്ടി വിളിക്കുമ്പോൾ ഞെട്ടിപ്പോയിരുന്നു. ഭക്ഷണം കഴിക്കാമോ? നേരം കുറേ, ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. എല്ലാവരും കഴിച്ചു. ആരെ തോൽപ്പിക്കാനാ ഇങ്ങനെയൊക്കെ? എഴുന്നേൽക്കാതെ കിടക്കുമ്പോൾ പൂജ വീണ്ടും വിളിച്ചു. വേണി പതിയെ എഴുന്നേറ്റിരുന്നു. നന്ദി കാണിക്കാനാണോ? ആരും ഓർക്കാതെ വിട്ടുകളഞ്ഞിട്ടും മറക്കാതെ വന്ന് വിളിച്ചത്? അടഞ്ഞുപോയ ഒച്ചയിൽ വേണി ചോദിച്ചു. പൂജ ഒന്നും മിണ്ടാവുന്ന ചിരിച്ചു. അവളോട് മറുപടി പറയാൻ തോന്നിയില്ലെന്നാണ് സത്യം. അത്രമാത്രം ആ പെണ്ണ് തളർന്നു പോയിരുന്നെന്നത് ആ മുഖം കണ്ടാൽ അറിയാം. ചുവന്ന് വിങ്ങിയ മുഖം. നന്ദിയൊന്നും വേണ്ട, തനിക്കാണ് ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം. സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വരം വിറച്ചിട്ടും വേദനയോടെ വേണി പറഞ്ഞു. കഴിക്കാമോ? ഇപ്പൊ തന്നെ വയ്യാതായി. പൂജ വീണ്ടും പറഞ്ഞു. എനിക്ക് വേണ്ട. കഴിക്കാൻ വന്നിരുന്നാലും ഒരു വറ്റുപോലും ഇറങ്ങില്ല. വേണി വീണ്ടും ചുരുണ്ടുകൂടി കിടന്നു. പൂജ പിന്നൊന്നും പറയാൻ നിൽക്കാതെ തിരിച്ചിറങ്ങിപ്പോന്നു. 3 മണിയോടെയാണ് സൂര്യയുടെ കാർ വന്ന് നിന്ന്. പൂജയുടെ കൈകൾ കാവ്യയുടെ കയ്യിൽ മുറുകി തുടങ്ങി. ദയിച്ചു നോക്കുമ്പോൾ കണ്ണ് നിറച്ചിട്ട് ആർത്തിയോടെ അവൾ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നവനെ നോക്കി നിൽക്കുന്നുണ്ട്. ദിവസം ഒരു മന്ത്രം പോലെ പൂജ പറഞ്ഞു പറഞ്ഞ് അവിടെ എല്ലാവർക്കും ജോയേറെ പരിചിതനായിരുന്നു. പറ്റവെട്ടിയ മുടിയും കുറ്റിത്താടിയും തടിച്ചൊരു കണ്ണടയും. അയ്യേ, നിന്റെ ജോയ് ഏതാണ്ട് ഒരു ഗുണ്ടലുക്കിലാണല്ലോ. അരികിൽ നിന്നിരുന്ന പൂജയുടെ ചെവിൽ ദശു പതിയെ പറഞ്ഞു. പൊടി പറട്ടെ. പൂജ അവളെ നോക്കി കണ്ണിറുക്കി. കാറിൽ നിന്നിറങ്ങിയ ജോ ചിരിച്ചുകൊണ്ട് നടന്നു വന്നു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ പൂജയിൽ തങ്ങി. ഒരടി അനങ്ങാനാവാതെ തറഞ്ഞുപോയവന്റെ മുന്നിൽ പൂജ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം മാഞ്ഞുപോയിരുന്നു. ദച്ചുവിന്റെ ആക്കി ചുമയാണ് ജോയെ തിരികെ കൊണ്ടെത്തിച്ച്. ഇവളെ കൂടാതെ ഇവിടെ കുറച്ച് പാവങ്ങൾ കൂടി ഉണ്ടേ. അവനെ നോക്കി ദച്ചു വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം ചിരിച്ചു പോയിരുന്നു. ജോ തിരിഞ്ഞിട്ട് സൂര്യയെ നോക്കി. അവൻ നെഞ്ചിൽ കൈ ചേർത്തിട്ട് കണ്ണടച്ച് കുനിഞ്ഞു കാണിച്ചു. ഓഹോ, അപ്പൊ ഇതാണല്ലേ നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ ദർശന സൂര്യജിത്ത്. ജോ ദച്ചുവിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു. യാ. അവൾ ഒന്നുകൂടെ വിടന്ന് ചിരിച്ചുകൊണ്ട് അവന് നേരെ കൈ നീട്ടി. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. ആ കൈ പിടിച്ച് കുലുക്കിയിട്ട് ജോ സൂര്യയെ നോക്കി പറയുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. ജോ ദച്ചുവിനെ വിട്ടിട്ട് ദേവിന് മുമ്പിലെത്തി. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവിനെ കെട്ടിപ്പിടിച്ചു. അതിലുണ്ടായിരുന്നു അവന്റെ നന്ദി മുഴുവനും. ദേവ് അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തു. അകത്തേക്ക് കയറിവാ മോനെ. ഉമ വിളിക്കുമ്പോൾ ജോ ദേവിൽ നിന്ന് അകന്നു മാറി കണ്ണെടുത്തിട്ട് തോളുകൊണ്ട് കണ്ണു തുടച്ചു. കണ്ടു നിന്ന പൂജയും. എല്ലാവരും കയറിപ്പോയിട്ടും പൂജയും ജോയും മാത്രം അവിടെ ബാക്കിയായിരുന്നു. ജോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പൊട്ടി ഒലിച്ചതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജോ അവളെ ചേർത്ത് നിർത്തിയിട്ട് പതിയെ തോളിൽ തട്ടിക്കൊടുത്തു. ഏയ്, കരയാതെ, ഞാനിങ്ങ് വന്നില്ലേ. ഇനി എന്താ പേടിക്കാൻ? നമ്മൾ ഒരുമിച്ച് പറക്കുകയല്ലേ. ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ. പതിയെ അവനത് പറയുമ്പോൾ പൂജ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി. അവനവളുടെ തലയിൽ അവൻ്റെ തലമുട്ടിച്ചു. വാ, അവരെല്ലാം കാത്തിരിക്കുന്നുണ്ട്. പൂജയും ചേർത്ത് പിടിച്ചിട്ടാണ് ജോ അകത്തേക്ക് കയറിയത്. ദേവ് കയറി ചെല്ലുമ്പോഴും വേണി കിടപ്പിലാണ്. നാച്ചി ബെഡിൽ ഇരുന്നിട്ട് എന്തോ കയ്യിലെടുത്ത് കളിക്കുന്നു. വേണി. ദേവ് വിളിക്കുമ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റപ്പോൾ ആഞ്ഞുപോയവളെ ദേവാണ് താങ്ങി നിർത്തിയത്. തളർന്നു തൂങ്ങിയ അവളുടെ രൂപം അവനിൽ വലിയൊരു മുറിവ് തീർത്തിരുന്നു. വാ. ദേവ് നീട്ടിയ കൈയിലേക്ക് നാച്ചി ഓടിക്കയറി. ഏറെ നാളത്തെ പരിഭവം പറഞ്ഞു തീർക്കും പോലെ കുഞ്ഞിക്കൈകൾ കണ്ടവന്റെ മുഖത്ത് തള്ളി ചിരിച്ചു. വാ പോ. ദേവ് പറയുമ്പോൾ വേണി അവനെ നോക്കി. വാ. ദേവ് അവളുടെ കൈ പിടിച്ചു. ഇല്ലെങ്കിൽ അവൾ വീണുപോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ബാഗ് എടുത്തില്ല. വേണി പതിയെ പറഞ്ഞു. ദേവ് ഒന്നും പറയാതെ അവളെ നോക്കി. എന്നിട്ട് ആ കൈയും പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു പോകുമ്പോഴും വേണിയുടെ കണ്ണുകൾ ആ മുറിയിലാകെ ഒന്നുകൂടെ ഉഴറി നടന്നു. ഇനി തിരിച്ചു കയറാനാവില്ലെന്ന് തോന്നിയതുപോലെ നാച്ചി ഉറക്കെ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ട്. അതിനൊപ്പം ചിരിച്ചുകൊണ്ട് മൂളി പറയുന്നവനെ അവൾ സ്നേഹത്തോടെ നോക്കി. താഴെ ചെന്നിട്ട് തലതാഴ്ത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവരെ വേണി കാണുന്നില്ല. ഇതാണ് ആള്. ദേവ് പറയുന്ന കേട്ടിട്ടും വേണിക്ക് തലപൊക്കാനായില്ല. മനസ്സിലെ സങ്കടവും രാവിലെ മുതൽ യാതൊരു വെള്ളം കുടിക്കാത്തതുകൊണ്ടും അത്രയ്ക്ക് തളർന്നു പോയിരുന്നവൾ അരികിൽ വന്നിട്ട് ആരോ ചേർത്ത് പിടിച്ചു.
ചെവിയിൽ സോറി പറഞ്ഞിട്ട് ഇറുക്കി കെട്ടിപ്പിടിച്ച് പൂജയാണെന്ന് അറിഞ്ഞപ്പോൾ വേണിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഞാൻ തിരികെ പോവാ, നിന്റെ ദേവേട്ടനെ നിനക്ക് തന്നെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട്. ഞാനെന്നല്ല, വേറെ 1000 പേര് വന്നാലും നിന്റെ ദേവന് ഈ ദേവിയെ മാറ്റിയെടുത്താനാവില്ലെന്ന് മനസ്സിലാക്കാൻ നീ എന്താ ഇത്രയും വൈകിപ്പോയി? പൂജ പറയുമ്പോൾ യാതൊന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ വേണി അവളെ പകച്ചു നോക്കി. ചുറ്റും കൂടിയവരുടെ മുഖം നിറഞ്ഞ ചിരി അവളും കണ്ടിരുന്നു. ജോയുടെ മുഖത്ത് അവളുടെ കണ്ണുകൾ സംശയത്തോടെ തങ്ങി നിൽക്കുമ്പോൾ പൂജ പോയിട്ട് അവനോട് ചേർന്ന് നിന്നിരുന്നു. ഞെട്ടിക്കൊണ്ടവൾ ദേവിനെ നോക്കുമ്പോൾ അവൻ നാശിയോടെ എന്തോ പറയുന്ന തിരക്കിലാണ്. ആ ചുണ്ടിൽ അപ്പോഴും മനോഹരമായൊരു ചിരി ബാക്കിയുണ്ട്. വേണി നിറഞ്ഞ കണ്ണോടെ പൂജയുടെ നേരെ കൈകൂപ്പി. പൂജ ആ കൈകൾ ചേർത്ത് പിടിച്ചു. കണ്ണുകൊണ്ടല്ല വേണി, ഹൃദയം കൊണ്ടാണ് സ്നേഹം തൊട്ടറിയേണ്ടത്. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിപ്പോയതും. വാക്കുകൾ കൊണ്ട് ഒരുപാട് വേദന നൽകിയിട്ടുണ്ട് ഞാൻ. എല്ലാം ഇങ്ങനൊരു സന്തോഷം തിരികെ തരാനായിരുന്നു. ഇനി ഒരിക്കലും പഴയ സ്വഭാവത്തിലേക്ക് നീ തിരികെ പോലും എനിക്ക് ഉറപ്പുണ്ട്. കാരണം നീ ദൈവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കെന്നെ തിരിച്ചറിയാൻ ഒരു കാരണമായിരുന്നു ഇത്. പൂജ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോഴും മനസ്സിലാവാത്ത പോലെ വേണിയുടെ മുഖം നിറഞ്ഞ അമ്പരപ്പ് അവരെല്ലാം കണ്ടിരുന്നു. എനിക്കറിയാം ഒരുപാട് സംശയങ്ങളുണ്ടാവും. എല്ലാം നിന്റെ പ്രീതമം ക്ലിയർ ചെയ്ത് തരും. ചേർത്തുറക്കുമ്പോൾ ഒരു കഥ പോലെ കേൾക്കാൻ. ഇപ്പം ഞാൻ പോട്ടെ, വീണ്ടും വരും. അന്നും സന്തോഷമായി ജീവിക്കുന്ന എനിക്ക് കാണുന്നു. എനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് നിങ്ങൾ മാത്രമല്ലേ? ഒടുവിൽ ഇടറിക്കൊണ്ട് പറഞ്ഞവളെ ദൈവ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ തന്നെ അവരെല്ലാം പൂജയെ യാത്രയാക്കി. കൈവീശി കാണിക്കുമ്പോൾ ദച്ചുവിൻ്റെയും കാവ്യയുടെയും കണ്ണുകൾ നിറഞ്ഞുപോയിരുന്നു. കൂടെയുള്ള കുറച്ച് ദിവസങ്ങൾ അതത്രയും മനോഹരമാക്കിയിരുന്നു അവരെന്ന തെളിവ് പോലെ. സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് അവരെല്ലാം കയറിപ്പോയിട്ടും ഒരു ശീല പോലെ നിൽക്കുന്ന വേണിയുടെ അരികിലേക്ക് ദേവി ചെന്നു. നാച്ചിയെ അകത്തേക്ക് പോകുമ്പോൾ സൂര്യ കൊണ്ടുപോയിരുന്നു. അപ്പം എങ്ങനെയാ, ഇനി പോകുന്നുണ്ടോ? കുസൃതിയോടുകൂടി ദേവി ചോദിക്കുമ്പോൾ വേണി അവനെ തുറിച്ചു നോക്കി. ജോ എൻ്റെ ഫ്രണ്ടാ, നിനക്കറിയോന്നറിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഗേൾസിൻ്റെ പേര് മാത്രം ക്യാച്ച് ചെയ്തെടുക്കുന്ന നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജോയെ അറിയില്ലെന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതം തോന്നില്ല. എന്നെക്കുറിച്ചോ എനിക്ക് പ്രിയപ്പെട്ടതിനെക്കുറിച്ചോ അറിയില്ലെങ്കിലും എനിക്ക് വേദനിക്കുന്ന എന്തെല്ലാമാണെന്ന് നിനക്ക് ശരിക്കും അറിയാം. ദേവ് പറയുമ്പോൾ വേണി തലപൊക്കി നോക്കിയതേയില്ലായിരുന്നു. പൂജ അവൻ്റെ പെണ്ണ. അവർക്ക് ഒരുമിക്കാനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കാൻ ഒരു സഹായം ചോദിച്ചാണ് ജോ. അതിനാ പൂജ ഇങ്ങോട്ട് വിട്ട്. അല്ലാതെ നിനക്ക് പകരക്കാരിയായിട്ട് വന്നല്ല. പൂജ അവരുടെ ചെക്കൻ്റെ കൂടെ പോയി. ഇനിയും എന്നെ എൻ്റെ മോളെയും വിട്ടിട്ട് നിനക്ക് പോകണമെങ്കിൽ ഞാൻ തടയില്ല. പക്ഷേ അത് നിന്നെ മാത്രം ഇഷ്ടമാണ്. എനിക്കിഷ്ടം എൻ്റെ ഭാര്യ എന്നും എന്നോടൊപ്പം കഴിയുന്ന. ചെറിയൊരു ചിരിയോടെ ദേവ് പറയുമ്പോൾ വേണി കരഞ്ഞുകൊണ്ട് അവൻ്റെ കാൽ കീഴിലേക്ക് ഇരുന്നു പോയി. പക്ഷേ നിലന്തോട് മുന്നേ ദേവ് അവളെ നെഞ്ചിൽ ഒതുക്കി പിടിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനിറുകെ പിടിച്ചു. ദേവിൻ്റെ കൈകൾ അവളിൽ വലയം തീർത്തു പതിയെ അവളെ തട്ടിക്കൊടുത്തു. ദേഷ്യം തോന്നിയിട്ടുണ്ട്, വേദനയും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നോളം വെറുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ കഴിയും എനിക്ക് വേണി. എൻ്റെ പാതിയല്ലേ നീ, എൻ്റെ മോളുടെ അമ്മയല്ലേ. നീ നൽകുന്ന വേദന എന്നെ എത്രമാത്രം പൊള്ളിക്കുന്നുണ്ടെന്നൊന്ന് അറിയിക്കണം എന്ന് മാത്രമേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്നെ മറന്നിട്ട് ഞാൻ എങ്ങനെയാടി വേറൊരാളെ? ദേവിൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു. പൊറുക്കണമെന്ന് പറയാൻ കൂടി യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. വേദനിപ്പിച്ചതിനൊക്കെ ഇനിയുള്ള ജീവിതം മൊത്തം എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം. അവന് മുന്നിൽ കൈകൂപ്പി കരഞ്ഞവളെ വീണ്ടും ദേവ് ഒതുക്കി പിടിച്ചു. വാ, രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലെന്ന്. പൂജയെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് നീ എന്ത് വരാത്തെ? വേണിയുടെ കവിളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവ് പറയുമ്പോൾ വീണ്ടും അവൾ അമ്പരന്ന് പോയിരുന്നു. പൂജ വന്ന് വിളിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ ദേവ് തന്നെയാണ് കൈ പിടിച്ചുകൊണ്ടുപോയി ടേബിളിൽ ഇരുത്തിയത്. പാത്രത്തിൽ ചോറെടുത്തിട്ട് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. കഴിക്ക്. അവന് അവിടെ അരികിലിരുന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ആ വീടിൻ്റെ ഓരോ കോണിലിരുന്നു. അതെല്ലാം മറ്റുള്ളവർ കാണുന്നുണ്ട്. അവർക്കിടയിലേക്ക് കടന്നു വരാതെ തന്നെ. സങ്കടങ്ങളും വേണം ജീവിതത്തിൽ, സന്തോഷങ്ങളുടെ മൂല്യമറിയാൻ എന്ന് അവർക്കെല്ലാം തോന്നിയ നിമിഷം കൂടിയായിരുന്നു അത്. ഞാനില്ലാതെ നിനക്കോ നീയില്ലാതെ എനിക്കോ വയ്യെന്ന് നമ്മൾക്ക് പരസ്പരം അറിയാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഇത്. വീണ്ടും ഓരോന്ന് ചെയ്യാൻ തോന്നും മുന്നേ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത കാര്യം കൂടിയാണിത്. ജഗിൽ നിന്ന് ഗ്ലാസ്സിൽ വെള്ളം പകർന്നിട്ട് വേണിക്കുമ്പിലേക്ക് നീക്കിക്കൊടുത്തു ദേവ്. വിറക്കുന്ന കൈയോടെ അവൾ ഭക്ഷണം വാരി കഴിക്കുന്ന കാണുമ്പോൾ ദേവിന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ഇത്തിരിയെ കഴിച്ചതെങ്കിലും അന്നോളം അത്രയും രുചിയുള്ള മറ്റൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല താനെന്ന് വേണിക്ക് തോന്നി. കഴിച്ചു കഴിഞ്ഞ് പാത്രം എടുത്ത് അവൾ അടുക്കളയിലേക്ക് പോയി. ദേവ് ടേബിളിൽ തുറന്നു വെച്ച പാത്രങ്ങളെല്ലാം അടച്ചു വെച്ചിട്ട് വേണിയെ കാത്തിരുന്നു. ഷാളിൽ കൈ തുടച്ചുകൊണ്ട് അവൾ വരുമ്പോൾ അവന് എഴുന്നേറ്റു. വാ. മുന്നിൽ നടക്കുന്നവന്റെ കൂടെ വേണിയും മുകളിലേക്ക് കയറി. ദച്ചുവിന്റെ മുറിയുടെ മുമ്പിൽ നിന്നിട്ട് വേണി ദേവിനെ നോക്കി. ഫോൺ ടേബിൾ എടുത്തു വെച്ചിട്ട് ദേവ് ബെഡിലിരുന്നു. വേണി എന്നിട്ടും അവിടെ നിന്നിട്ട് താളം ചവിട്ടുന്നുണ്ട്. ദേവിന് ചിരി വന്നു. അവിടെ ആ ഭാവം കണ്ടിട്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൻ നോക്കുമ്പോൾ വേണി വന്നിട്ട് അരികിലിരുന്നു.
അവൾ റെഡിയാക്കി വെച്ച ബാഗിലേക്ക് ദേവിൻ്റെ നോട്ടം നീങ്ങി. പിന്നെ അവളിലേക്കും. ഈ എടുത്തു വെച്ചെല്ലാം വെറുതായല്ലേ? ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വേണി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി. അത്യാവശ്യം കുശുമ്പും ദേഷ്യവും വാശുമെല്ലാം പെണ്ണിന് അലങ്കാരം തന്നെയാണ്. വെറുതെ ഏറ് പിടിച്ച് നടക്കുന്നവരെക്കാൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ മനസ്സുണ്ട് എന്നതല്ല, മനസ്സിലാക്കുന്നുണ്ടോ എന്നതാ പ്രശ്നം. ദേവ് പറയുമ്പോൾ വേണി വീണ്ടും അവൻ്റെ നേരെ നോക്കി. നീ ചെയ്താലാം മറക്കാനും പൊറുക്കാനും എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാവാതിരിക്കാം. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പരിപാടി നീയും നിർത്തണം. വേണ്ടപ്പെട്ടവർ വേദനിപ്പിച്ച് രസിക്കുമ്പോൾ തള്ളാനും കൊള്ളാനും കഴിയാത്തൊരു മനസ്സ് എനിക്കുണ്ടെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കണം. ദൈവവും ചെകുത്താനും എല്ലാം ചില സമയം നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രവർത്തനം തന്നെയാണ്. ദൈവാവാൻ കഴിയില്ലെങ്കിലും ചെകുത്താനാവാതിരിക്കാൻ ശ്രമിക്കണം. ദൈവം പറയുമ്പോൾ വേണി തലയാട്ടി. വാ, കുറച്ചു നേരം കിടന്നുറങ്ങ്. എണീറ്റ് പോരുമ്പോൾ കഴിഞ്ഞു പോയതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയണം. എന്നിട്ട് വീണ്ടും പഴയതുപോലെ എന്നെ ജീവനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന എൻ്റെ പെണ്ണായി ഉണരണം. എത്രയോ ദിവസത്തെ ഉറക്കം കടമാണ് എനിക്ക് നിനക്കും. ചിരിച്ചുകൊണ്ട് ദേവ് പറയുമ്പോൾ വേണി പിന്നൊരു വാക്കും പറയാൻ ഇടം കൊടുക്കാതെ അവനരികിൽ ചേർന്ന് കിടന്നു. വിട്ടുകളയാനാവില്ലെന്ന് അവളോട് പറയും പോലെ ദേവും അവളെ പൊതിഞ്ഞു പിടിച്ച് കിടന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ചിരിയുടെ മാലപ്പടക്കവുമായി കൃഷ്ണപ്രിയ എഴുതുന്ന എ ടോം ആൻഡ് ജെറി ലവ് സ്റ്റോറി ആരംഭിക്കുന്നതാണ്.